നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ ഫിഷറീസ് മാടക്കത്തറ പഞ്ചായത്തിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച പരിപാടി പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CVR ചിറ്റിലപ്പള്ളി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഏകദിന ഉപവാസ സമരം നടത്തി. അനധികൃത കുടിയിറക്ക് നടത്തിയ ചാലക്കുടി DFO, കൊന്നംകുഴി റേഞ്ചർ എന്നിവർക്കെതിരെ സുപ്രീം കോടതി അലക്ഷ്യ നടപടി സ്വീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൊതുകുളങ്ങളിലെ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. മത്സ്യകൃഷി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ പഞ്ചായത്ത് പൊതുകുളമായ കച്ചിത്തോട് ഡാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, വാർഡ് മെമ്പർ ജെയ്മി ജോർജ്, ഫിഷറീസ് കോർഡിനേറ്റർ സിന്ധു, അക്വാകൾച്ചർ പ്രൊമോട്ടർ പ്രദീപ്, പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ 8 പൊതുകുളങ്ങളിലായി 2.26 ഹെക്ടർ ഏരിയയിൽ 16,950 കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പുത്തൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വർണ്ണത്തുമ്പികൾ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, പഞ്ചായത്ത് അംഗം ബിന്ദു സേതുമാധവൻ, ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, സുസ്മി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ അംഗൻവാടികളുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കണ്ടെത്തി അവരുടെ കലാകായിക കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം നൽകുകയും അതോടൊപ്പം അവരുടെ മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. ഭാഗമായി ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷി, അതുപോലെ തന്നെ വയോജനങ്ങൾ എന്നിങ്ങനെയുള്ള ആളുകളുടെ ഗ്രാമസഭകൾ രൂപീകരിക്കുകയും അതിൽ അവരുടെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് സന്തോഷിക്കുന്ന ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കലോത്സവ പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങളാണ്. അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള 52 അംഗൻവാടിക്ക് കീഴിൽ വരുന്ന എല്ലാ കുട്ടികളെയും, അതായത് ഒരു വാർഡിൻ്റെ മൂലയിലുമുള്ള അത്തരം കുട്ടികളെ കണ്ടെത്തി അവരെ ഈ കലോത്സവ വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ള
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസ സമരം നടത്തി. MLA നിയമസഭയിൽ ലോക്കപ്പിൽ നടക്കുന്ന മർദ്ദനത്തെ ന്യായീകരിച്ച് സംസാരിക്കുകയും പോലീസിനെ പിന്തുണയ്ക്കുകയും യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ തള്ളിപ്പറയുകയും ചെയ്ത സാഹചര്യത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ചും കയ്യാമം വെച്ചും കോടതിയിൽ ഹാജരാക്കുകയും പൊതുസമൂഹത്തിൽ അപമാനിക്കുകയും ചെയ്ത SHOനെ അറസ്റ്റ് ചെയ്യണമെന്നും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ രാവിലെ 9 മുതൽ ഊട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏകദിന ഉപവാസം ആരംഭിച്ചത്. ഉപവാസ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, നഗരസഭാ കൌൺസിലർമാരായ AA ആസാദ്, ബുഷ്ര, INTUC മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ്, തെക്കുംകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, നേതാക്കളായ NR രാധാകൃഷ്ണൻ, അനുമോദ്, ബിജു കൃഷ്ണൻ, ഷോബിൻ മുണ്ടൂർ, ജയൻ മംഗലം തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും വടക്കാഞ്ചേരിയിലെ SHO, KSU SFI കസ്റ്റഡി, KSU SFI സംഘടനത്തിൽ KSU വിദ്യാർത്ഥികളെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ആ അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ ഗുണ്ടകളാണെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയും അവരുടെ വീടുകൾ കയറി പോലീസ് ആക്രമണം നടത്തുകയും മാതാപിതാക്കളോട് മോശമായി പെരുമാറുകയും ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത അവരെ കുടുംബീകരരെ പോലെ പൊതുസമൂഹത്തിൽ മോശക്കാരാക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിന് തിന്മയാണ് വിദ്യാർത്ഥികളെന്ന് വിദ്യാർത്ഥികളെന്ന് കാണിക്കുന്നതിന് വേണ്ടി മുഖംമൂടി ധരിപ്പിച്ചുകൊണ്ടും കയ്യാമം വെച്ചുകൊണ്ടും പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. മാടക്കത്ര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം സെപ്റ്റംബർ 22-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാടക്കത്ര LP സ്കൂളിൽ വെച്ച് മേഖലാ സെക്രട്ടറി AM അശോകൻ സ്വാഗതം പറഞ്ഞു. മാടക്കത്ര CPIM ലോക്കൽ സെക്രട്ടറി VS സനൂപ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനം യൂണിറ്റിന്റെ ജില്ലാ സെക്രട്ടറി TK വാസു അഭിവാദ്യം ചെയ്ത് KR സുരേഷ് ബാബു, യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി ഇന്ദിര സുധാകരൻ, മിനി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിന്റെ മേഖലാ പ്രസിഡന്റ് ബോബി വൈശ്യപ്പാട്ട് നേതൃത്വം നൽകി. സ്വന്തം ഭൂമിയിൽ വീട് വെച്ച് ചായക്കട നടത്തി ഉപജീവനം നടത്തിയ കുടുംബത്തെ കുടിയിറക്കിയ വനം വകുപ്പിന് കോടതി അലക്ഷ്യ നടപടി സുപ്രീം കോടതിയിൽ നിന്ന്. യാതൊരു കാരണവും പറയാതെ പാറോക്കാരൻ ജോൺസൺ, ഭാര്യ റുബീന, 3 മക്കൾ, മാതാപിതാക്കൾ എന്നിവരെ വനം ഉദ്യോഗസ്ഥർ ചായക്കടയും വീടും തകർത്ത് വീട്ടുസാധനങ്ങൾ വലിച്ചെറിഞ്ഞ് ഭാര്യയെയും മകനെയും മർദ്ദിച്ച് ഇറക്കിവിട്ടു. റവന്യൂ വകുപ്പ് പട്ടയം നൽകാൻ തീരുമാനിച്ച് നടപടികൾ പൂർത്തിയാക്കിയ സ്ഥലത്താണ് ചാലക്കുടി DFIയുടെ നേതൃത്വത്തിൽ ഈ ക്രൂരത അരങ്ങേറിയത്. നിരവധി പരാതികൾ സമർപ്പിച്ചിട്ടും പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഹൈക്കോടതിയെ സമീപിച്ചു. ശരിയായ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ മറച്ചുവെച്ച് വനം വകുപ്പ് അനുകൂല വിധി സമ്പാദിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ സമിതി സുപ്രീം കോടതിയെ സമീപിച്ചു. വസ്തുതകൾ പരിശോധിച്ച കോടതി ഹൈക്കോടതി വിധി റദ്ദാക്കി പരാതിക്കാരനെ ഭൂമിയും ജീവനോപാധികളും നൽകുവാൻ വിധിച്ചു. ഈ വിധി സംസ്ഥാന സർക്കാർ അവഗണിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ കോടതി അലക്ഷ്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. പിന്നെയും 89 ദിവസം കഴിഞ്ഞപ്പോൾ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ആ ഹർജി കോടതി തള്ളി. ചാലക്കുടി DFO, കൊന്നംകുഴി റേഞ്ചർ ഓഫീസർ, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ ഒക്ടോബർ 14-ന് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ വിധിച്ചതായി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്റർ ജനറൽ സെക്രട്ടറി ജോയ് കൈത്താരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരാതിക്കാരൻ ജോൺസൺ, ഭാര്യ റുബീന, KV ജോസഫ്, VK കാസിം തുടങ്ങിയവരും പങ്കെടുത്തു. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. താന്ത്രിക വിധി പ്രകാരമുള്ള ഉദയാസ്തമന പൂജ, പൂമൂടൽ തുടങ്ങി വിശേഷാൽ വഴിപാടുകളും നിത്യേനയുള്ള ചുറ്റുവിളക്കും നൃത്തവാദ്യ കലാപരിപാടികളും ഉൾപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷങ്ങൾ നടത്തുന്നത്. AP കൃഷ്ണകുമാർ അരീക്കര ഇല്ലം ചടങ്ങുകൾക്ക് ഭദ്രദീപം തെളിയിച്ചു. പ്രസിഡന്റ് AC കണ്ണൻ, സെക്രട്ടറി ജയകുമാർ, ട്രഷറർ മനുദേവ് തുടങ്ങിയവർ നവരാത്രി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും.
തൃശൂർ ജില്ലയിലെ കൃഷിക്കാരുടെ രൂക്ഷമായ കാർഷിക പ്രതിസന്ധി പഠിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘം 25-ന് ജില്ലയിൽ എത്തുമെന്ന് കേരള സംയുക്ത കർഷകവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുരിയാട് കോന്തിപുലം പാടം തൃശൂർ പാണ്ടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി, മരത്താക്കര റോസൻ ഫിഷറീസ്, അടാട്ട്, പുല്ലഴി, കോൾപ്പടവ് എന്നിവിടങ്ങൾ കൃഷിക്കാരുമായി സംവദിക്കും. എല്ലാ കർഷകർക്കും അവരുമായി സംസാരിക്കുവാനും നിവേദനം നേരിട്ട് സമർപ്പിക്കാനും സൗകര്യമുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ MV രാജേന്ദ്രൻ, സജീവൻ അമ്പാടത്ത്, CA ആന്റോ, AG രാജേഷ്, ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മാണിക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതും 3000 ചതുരശ്ര അടി വിസ്തീർണവും 50 ലക്ഷം രൂപ നിർമ്മാണ ചെലവുമുള്ളതുമായ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ കെട്ടിട നിർമ്മാണം എന്ന പ്രവൃത്തി മാണിക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ സ്വാഗതവും
വാർഡ് മെമ്പർ ജെമി ജോർജ് നന്ദിയും പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരുൺ ടി ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി രമേഷ് കുമാർ, ജീവനക്കാർ, മെമ്പർമാരായ മിഥുൻ, സുകന്യ, തുളസി, SC കോർഡിനേറ്റർ അമൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ സതി അജയൻ, ഹരിതകർമ്മ സേന സെക്രട്ടറി ശ്രീജ AS, പ്രസിഡന്റ് ലിസി ജോയ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാൻ കുറച്ചും എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട്ടിലെ പൂവം എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രദേശമാണ് കാട്ടിലപ്പൂവം. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, പോയ ആളുകൾക്കാണ് അറിയാത്തത്. ആ ഒരു കാട്ടിലപ്പൂവത്തിൻ്റെ ഒരു വികസനം ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 9 വർഷക്കാലം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭരണകാലത്ത് ഏതാണ്ട് 200 കോടി രൂപയുടെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയതിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ കട്ടിലപ്പൂവും, ചെന്നിക്കരയും, പുല്ലങ്കണ്ടവും, ഈ തെക്കേക്കരയും, SN മുക്ക് അടക്കമുള്ള ഈ ഒരു പ്രദേശം. അത്രയ്ക്കധികം ഫണ്ട് നമുക്ക് ചെലവഴിച്ചിട്ടുണ്ട്, ഇനി ചെലവഴിക്കാനായിട്ട് കൂടുതലായിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ തന്നെ ഇവിടെ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ചർച്ചയും കാര്യങ്ങളും സംശയങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ആശങ്കയും വേണ്ട. നമുക്ക് നമ്മുടെ പ്രദേശത്ത് കേരള ഗവൺമെൻറ് അംഗീകരിച്ച ഏറ്റവും വലിയ ഒരു സേനയാണ് നമ്മുടെ ഹരിതകർമ്മസേന, പഞ്ചായത്തുകളിലുള്ള ഹരിതകർമ്മസേന. അവരെടുക്കുന്ന നമ്മുടെ നല്ല വൃത്തിയാക്കിയ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ ഉപകരണങ്ങൾ കേടുവന്നത്, അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ മാറ്റിവെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ആ ഒരു ഐറ്റം വൃത്തിയാക്കി നമ്മുടെ വീടുകളിൽ തന്നെ കളക്ട് ചെയ്ത് വെക്കണം. ആ സാധനമാണ് ഇവിടെ കൊണ്ടുവന്ന് സെഗ്രിഗേഷൻ ചെയ്ത് പൊടിപ്പിക്കാനുള്ളത് പൊടിപ്പിച്ചും മറ്റുള്ളത് ക്ലീൻ കേരളയ്ക്ക് ഹരിതകർമ്മസേന എടുക്കുന്ന സാധനങ്ങൾ ക്ലീൻ കേരളയ്ക്ക് കയറ്റി വിട്ടുകൊണ്ടും അതിൻ്റെ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അഡ്വക്കേറ്റ് AD ബെന്നിക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനത്തെ മാനിച്ച് അഡ്വക്കേറ്റ് AD ബെന്നിക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു. കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷൻ എറണാകുളം അധ്യാപക ഭവനിൽ സംഘടിപ്പിച്ച ഉപഭോക്തൃ കുടുംബ സംഗമത്തിൽ വെച്ചാണ് എറണാകുളം MLA TJ വിനോദ് അഡ്വക്കേറ്റ് AD ബെന്നിക്ക് പുരസ്കാരം സമർപ്പിച്ചത്. ഉപഭോക്തൃ കേസുകൾ നടത്തി റെക്കോർഡിട്ടിട്ടുള്ള ബെന്നി വക്കീൽ ഉപഭോക്തൃ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി ഇടപെട്ടുവരുന്നു. സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സജീവമാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറിയും ഇപ്പോഴത്തെ ഡയറക്ടറുമാണ്. 1000-ലധികം സ്പോർട്സ് ലേഖനങ്ങളും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി 1000-ലധികം വീഡിയോകളും ബെന്നി വക്കീലിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്മവ്യൂഹം ഭേദിച്ച് എന്ന അഡ്വക്കേറ്റ് AD ബെന്നിയുടെ ജീവചരിത്ര ഗ്രന്ഥം പ്രശസ്തമാകുന്നു. യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് അനു സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷീബ സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് PA പൗരൻ, വിൽസൺ പണ്ടാരവളപ്പിൽ, KC കാർത്തികേയൻ, എലിസബത്ത് ജോർജ്, സുനിൽകുമാർ NS തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഫുട്ബോൾ ടർഫിന്റെ പുനർനിർമ്മാണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ഫുട്ബോൾ ഫീൽഡിന്റെ അളവ് ദേശീയ അന്തർദേശീയ മാതൃകയിലായിരിക്കണമെന്ന് ടർഫ് വിപുലീകരണത്തിനും അതിരുകളിലെ നിർമ്മാണങ്ങളിലും താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തണം. 400 മീറ്റർ സ്റ്റാൻഡേർഡ് ട്രാക്ക് ഉറപ്പാക്കണം. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ഫീൽഡും വരുന്ന രീതിയിൽ പ്രവർത്തനം നടത്തണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. EU രാജൻ, PN നാരായണൻ നമ്പൂതിരി, KS ഹരിദയാൽ, ഹേമലത തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കലാവേദി നൽകുന്ന നാടക പുരസ്കാരം ഈ വർഷം ജോബ് മടത്തിലിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ 20-ന് 5 മണിക്ക് ഗ്രാമികയിൽ നടക്കുന്ന സ്മൃതി സംഗമത്തിൽ പുരസ്കാരം സമർപ്പിക്കും. നാടക പ്രവർത്തകരായ മോഹൻ രാഘവന്റെയും KK സുബ്രഹ്മണ്യന്റെയും പേരിലാണ് പുരസ്കാരം നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ ശശിധരൻ നടുവിൽ, VD പ്രേംപ്രസാദ്, PK കിട്ടൻ, C മുകുന്ദൻ, അനീഷ് ഹാറൂൺ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. രംഗചേതനയുടെ 750-ാം അരങ്ങ് പഞ്ചദിന നാടകോത്സവം സെപ്റ്റംബർ 26, 27, 28, ഒക്ടോബർ 12, 19 തീയതികളിൽ സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് 5:15-ന് സിനിമാ അഭിനേതാവ് സുനിൽ സുഗത നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം TM എബ്രഹാമാണ് ഉദ്ഘാടനം ചെയ്യുക. ED ഡേവിസ് അധ്യക്ഷം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ PN പ്രകാശ്, ഹബീബ് ഖാൻ, പ്രേംകുമാർ ശങ്കരൻ, ET വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാമംഗലം സ്വദേശിയായ പാസ്റ്റർ ഇടുക്കിയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെട്ടു.
കഴിഞ്ഞ ദിവസം ഇടുക്കി രാജകുമാരിയിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മാന്നാമംഗലം സ്വദേശിയും കുളപ്പാറച്ചാലിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ പാസ്റ്ററുമായ മേച്ചേരി വീട്ടിൽ ബിനുമോൻ മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 പന്നിയാർ ജംഗ്ഷനിൽ വെച്ച് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മകളെ സംഗീത ക്ലാസ്സിൽ വിട്ട ശേഷം മടങ്ങുമ്പോഴാണ് അപകടം. ഉടനെ അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റേ ബൈക്കിലെ യാത്രക്കാരനായ ആര്യൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിനുവിന്റെ ഭാര്യ സന്ധ്യ, മക്കൾ ഗ്രാൻഡ്സൺ സെറ, നോവ തുടങ്ങിയവരാണ്. സംസ്കാരം ചൊവ്വാഴ്ച 11 മുരുക്കുംപാറ IPC സഭയിലെ ശുശ്രൂഷകൾക്ക് ശേഷം കരിപ്പക്കുന്ന് സെമിത്തേരിയിൽ നടത്തി. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തന്മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം. പക്ഷേ എവിടെ നിന്ന് യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട്? നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. പോക്സോ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 5 വർഷ കഠിന തടവും 2,75,000 രൂപ പിഴയും വിധിച്ചു. 2023 മുതൽ 2024 ജൂൺ വരെയുള്ള പല ദിവസങ്ങളിൽ പെൺകുട്ടിയെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പലതവണ ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും ദേഹോപദ്രവം ഏൽപ്പിച്ചും ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിൽ പ്രതിയായ കാർത്തിക് എന്നയാളെയാണ് കുറ്റക്കാരനായി കണ്ടെത്തിയതിൽ
തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ജയപ്രഭു ഇരട്ട ജീവപര്യന്തവും 5 വർഷം കഠിന തടവും 2,75,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിത KA, അഡ്വക്കേറ്റ് ഋഷിചന്ദ് തുടങ്ങിയവർ ഹാജരായി. പ്രോസിക്യൂഷൻ സഹായത്തിനായി GASI വിജയശ്രീ, സിവിൽ പോലീസ് ഓഫീസർ അൻവർ തുടങ്ങിയവർ പ്രവർത്തിച്ചു. അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന മകൻ പിടിയിൽ, പ്രതി റിമാൻഡിലേക്ക്. കുടുംബ വഴക്കിനെ തുടർന്ന് 2018 മാർച്ച് 27 കൊന്നംകുഴിയിലുള്ള വീട്ടിൽ വെച്ച് ചാലക്കുടി പരിയാരം കൊന്നംകുഴി സ്വദേശി കുന്നുമേൽ വീട്ടിൽ ബാബു എന്നയാളെ പട്ടികവടി കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ ചികിത്സയിലിരിക്കെ 2018 ജൂൺ 4 ബാബു മരണപ്പെട്ടത്. ഈ കേസിൽ അറസ്റ്റിലായി കോടതിയിൽ വിചാരണ നടപടികൾ നടന്നുവരവെ ജാമ്യത്തിലിറങ്ങി തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞുവന്നിരുന്ന ബാബുവിന്റെ മകനായ പരിയാരം കൊന്നംകുഴി സ്വദേശി കുന്നുമേൽ വീട്ടിൽ ബാലു എന്നയാളെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറണ്ട് പ്രകാരമാണ് ബാലുവിനെ മേലൂർ കുന്നംപള്ളിയിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, SI-മാരായ സിജുമോൻ, ഷെറിൻ, CPO-മാരായ രതീഷ്, പ്രദീപ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ രമേശ് റിമാൻഡിലേക്ക്. 2025 സെപ്റ്റംബർ 21 വൈകിട്ട് 5 മണിയോടെ കാരാ ബീച്ച് റോഡിൽ വെച്ച് എടവിലങ്ങ് കാരാ സ്വദേശി പെരിങ്ങാട്ടുവീട്ടിൽ ദേവരാജ് എന്നയാൾ പ്രതിയുടെ വാഹനത്തിനെതിരെ വാഹനം ഓടിച്ചുവന്നെന്ന വൈരാഗ്യത്താൽ പ്രതി ദേവരാജിനെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ എടവിലങ്ങ് കാരാ സ്വദേശി പാറശ്ശേരി വീട്ടിൽ രമേശ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ഫിഷറീസ് മാടക്കത്തറ പഞ്ചായത്തിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച പരിപാടി പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സേവിയാർ ചിറ്റിലപ്പള്ളി MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഏകദിന ഉപവാസ സമരം നടത്തി. അനധികൃത കുടിയിറക്ക് നടത്തിയ ചാലക്കുടി DFO, കൊന്നംകുഴി റേഞ്ചർ എന്നിവർക്കെതിരെ സുപ്രീം കോടതി അലക്ഷ്യ നടപടി സ്വീകരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.